അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ആദർശും എൻ്റെ അനിയത്തിയും കൂടി എന്നോട് പരസ്യത്തിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞു. ഇനി ആരും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ എന്തായാലും പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുമെന്ന് നവ്യ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ സമയം നവ്യ പറയുന്നുണ്ട്, അഭി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഞാൻ തോന്നിയതുപോലെ നടക്കും, എന്തായാലും നിങ്ങൾ തുറന്നു പറയണം എന്ന് പറയുകയാണ് നവ്യ. അങ്ങനെ നവ്യ പോകുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. മുത്തശ്ശൻ ദേഷ്യം സഹിക്കാനാകാതെ അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ അബിയോട് പറയുന്നുണ്ട്, ഒരു കുടുംബം തകർക്കാൻ നീ ഒരൊറ്റ ഒരുത്തൻ മതി, നീ കാരണം ഈ കുടുംബം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി ആകെ വിഷമത്തോടു കൂടി അകത്തിരിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താണ് വിഷമിച്ചിരിക്കുന്നത്, നല്ല വിഷമമായോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വാർദ്ധക്യകാലത്ത് എൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ എൻ്റെ കാരണവന്മാരെ നല്ലോണം നോക്കി, അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ജീവിതമെന്ന് കരുതി. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ അന്ന് എനിക്ക് അസുഖം വന്നിട്ട് മാറേണ്ടായിരുന്നു എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് മുത്തശ്ശൻ. ആവശ്യമില്ലാത്തതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് മുത്തശ്ശി പറയുകയാണ്. ഓരോ മനുഷ്യനും മരിക്കേണ്ട സമയത്ത് മരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീൻ അബിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നവീൻ അബിയോട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ നീ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറയുകയാണ്. അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം, ആദ്യം നീ പെണ്ണ് ഏതാണെന്ന് പറ എന്നൊക്കെ പറയുകയാണ് അനി. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അത് നമ്മുടെ എത്ര നല്ലൊരു കൂട്ടുകാരൻ്റെ കൂടെ പിറകിൽ വന്നാലും നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുപോലെയാണ് നന്ദു നിൻ്റെ പിറകെ അന്ന് ബൈക്കിൽ വന്നപ്പോൾ എന്ന് പറയുകയാണ് നവീൻ. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആകെ അന്താളിച്ചു കൊണ്ട് ചോദിക്കുകയാണ് അനി. അത് കേൾക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആണെന്ന്. അത് കേൾക്കുമ്പോൾ അനിക്കാണെങ്കിൽ വല്ലാതെ വിഷമമാവുകയാണ്. അനി ആകെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അന്നേരം നവീൻ ചോദിക്കുന്നുണ്ട്, എന്താ അനി, നീ ആകെ ടെൻഷനായി പോയല്ലോ, ഇങ്ങനൊരു പേര് പറയുമെന്ന് നീ ഒരിക്കലും കരുതിയില്ല അല്ലേ. നന്ദുവിനെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല, എന്തായാലും അമ്മയുടെ ഭാഗത്ത് ഒരു സമ്മതമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നീ നടത്തിത്തരണം, അമ്മയുടെ സമ്മതം നീ വാങ്ങിത്തരണം എന്നൊക്കെ പറയുകയാണ് നവീൻ. നിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ നീ പറഞ്ഞിരുന്നല്ലോ, എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാമെന്ന്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നന്ദുവിനെ വിവാഹം കഴിക്കുക എന്നത്, അതുകൊണ്ട് തന്നെ നീ അത് നടത്തി തരണം, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുകയാണ് നവീൻ. ആ സമയം അനി പറയുന്നുണ്ട്, നന്ദു വിവാഹമേ വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവളുടെ സമ്മതം വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ, അത് അത്ര പെട്ടെന്നൊന്നും വേണ്ട, എല്ലാ സാവധാനത്തിൽ, എന്തായാലും എൻ്റെ ഈ ആഗ്രഹം നീ സാധിച്ചു തരണം, നിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാണ്, അതുകൊണ്ട് ഈ ആഗ്രഹം നീ എന്തായാലും സാധിച്ചു തരണം എന്ന് പറയുകയാണ് നവീൻ. അങ്ങനെ അനി വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് നന്ദുവിനെ കാണുകയാണ്. നന്ദു ചെക്കിങ്ങിനായി റോട്ടിൽ നിൽക്കുന്നുണ്ട്. അനിയെ കണ്ടത് നന്ദു വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഹെൽമെറ്റൊക്കെ ഉണ്ടല്ലോ, നീ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് തമാശയ്ക്ക് ചോദിക്കുമ്പോൾ, വെള്ളം അടിച്ചിട്ടില്ല, പക്ഷെ വെള്ളം അടിക്കണമെന്ന് തോന്നുന്നുണ്ട്, വണ്ടിയിൽ അതിനുള്ള സെറ്റപ്പുമുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് അനി സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പോയിക്കോ എന്ന് നന്ദു പറയുന്നുണ്ട്. അനി പോകുന്ന സമയത്ത് നന്ദു ചിന്തിക്കുന്നുണ്ട്, അനിക്കിതെന്ത് പറ്റി, ഇവനെന്താണ് ഇങ്ങനെ സീരിയസ് ആയി പെരുമാറുന്നത്. പിന്നീട് കാണിക്കുന്നത് നയനയാണ്. നയന ആദർശനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ആ സമയം ദേവയാനി മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. മോളെന്തിനാണ് കിച്ചണിൽ കയറി ഫുഡെല്ലാം ഉണ്ടാക്കിയത്, ആദർശ് എന്ന് പോയി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരൂ, അതുവരെ മോൾക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. അത് സാരമില്ല, ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി എന്ന് പറയുകയാണ് നയന. അങ്ങനെ നയന ഉണ്ടാക്കിയ ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, ഫുഡെല്ലാം ഞാൻ റെഡിയാക്കാം, മോള് പോയി ആദർശിനെ വിളിച്ചിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ ആദർശിനെ വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്ക് നല്ല വിഷമമുണ്ട്, ഇനി എന്താ ഇപ്പോൾ ചെയ്യുക എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനി ആകെ വിഷമത്തിൽ റൂമിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് നന്ദു വിളിക്കുന്നത്. നന്ദു വിളിച്ചിട്ട് പറയുന്നുണ്ട്, അനി ഇന്ന് നിന്നെ കണ്ടപ്പോൾ ആകെ വിഷമത്തിലായിരുന്നല്ലോ, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് ബിസിനസ്സിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. എന്ത് ബിസിനസ്സിൻ്റെ ടെൻഷൻ ഉണ്ടായാലും നീ എന്നെ കാണുമ്പോൾ അതൊന്നും ഓർക്കാറില്ലല്ലോ, പിന്നെ നിനക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു. നവീൻ തന്നെ വിളിച്ച കാര്യം നന്ദു അനിയോട് പറയുകയാണ്. ആ സമയം അനി നെട്ടലോട് കൂടി ചോദിക്കുകയാണ്, എന്നിട്ട് നവീൻ എന്താണ് പറഞ്ഞതെന്ന്. ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചതെന്നറിയില്ല, എന്തായാലും കുറച്ചു നേരം സംസാരിച്ചിട്ട് വെച്ചു എന്ന് പറയുകയാണ് നന്ദു. നിന്നോട് നവീനേട്ടൻ
ഏതാണ് കുട്ടിയെന്ന് പറഞ്ഞോ? ആ കുട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാമായിരുന്നു എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അവൻ പറയുന്ന പെൺകുട്ടിയെ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് അനി പറയുന്നുണ്ട്. ആ സമയം നന്ദു പറയുന്നുണ്ട്, നവീനേട്ടൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കണം. നവീനേട്ടൻ കാരണമാണ് നീ കേസിൽ വിജയിച്ചതും അനാമിക നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞതും. അതുകൊണ്ട് തന്നെ ആ ഉപകാരത്തിന് നീ എന്തായാലും പ്രതിഫലം ചെയ്യണം എന്നൊക്കെ പറയുകയാണ് നന്ദു. അനിയാണെങ്കിൽ ആകെ വിഷമത്തോടെ കൂടി ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അനി ഓർക്കുകയാണ്, നവീനൻ്റെ നന്ദുവിനോട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ അത് ഒരിക്കലും നിരസിക്കാൻ കഴിയില്ല. കാരണം നവീനയുടെ അത്രയും നല്ല ആളാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നന്ദുവിന് ഇനിയും നഷ്ടമാവും. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.